നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദികൾ എവിടെ? ബന്ദികളെ ഞങ്ങൾക്ക് വേണം, നെതന്യാഹു രാജിവെക്കണം. ഈ ചോദ്യങ്ങൾ, ഈ വാചകങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുകയാണ്. ബന്ദികൾ എവിടെ എന്ന ചോദ്യം ഏറെക്കുറെ ചോദിച്ച് ഇവിടത്തെ ജനത തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം മാർച്ച് 10-ന് തെക്കൻ ഗസയിലെ റഫയിൽ കരയാക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ അന്ത്യകൂദാശ നൽകിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അന്ത്യമണി മുഴക്കിയിരിക്കുകയാണെങ്കിൽ പറയാം. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29,000 കടന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് രാജ്യത്തുണ്ടായ ഭീകരാക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയവരെ റമദാൻ മുമ്പ് ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ റഫേലടക്കം ഗസയിലെമ്പാടും പോരാട്ടം പടരുമെന്ന് ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗാൻസ് പറയുകയാണ്. മാർച്ച് 10-നാണ് ഇത്തവണ വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുന്നത്. ഗസ മുൻപിൽ ശേഷിക്കുന്ന ഹമാസിന്റെ ഏക ശക്തി കേന്ദ്രമാണ് റഫ. എന്നാൽ വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തെത്തിയവർ അടക്കം 14 ലക്ഷത്തോളം മനുഷ്യർ ഇവിടത്തെ ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്നുമുണ്ട്. ഇസ്രയേലിന്റെ കരയാക്രമണം മതിയായ ഭക്ഷണവും വെള്ളവും ചികിത്സയും ഇല്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന റഫയിലെ ജനങ്ങൾക്ക് താങ്ങാനാകുന്നില്ല എന്നും ഭയാനകമായ മാനുഷിക ദുരന്തം ഉണ്ടാകുമെന്നും US അടക്കം മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണക്കാരെ ഒഴിപ്പിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ. ഗസയിൽ ഹമാസിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങളെ നാസി ക്രൂരതകളുമായി താരതമ്യം ചെയ്ത ബ്രസീൽ പ്രസിഡന്റിനെതിരെയും ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് രാജ്യത്തിന് അസ്വീകാര്യനായ വ്യക്തിയായി മാറിയിരിക്കുകയാണെന്നും അത്തരമൊരു വ്യക്തിയായി പ്രഖ്യാപിക്കുന്നതായും പരാമർശം പിൻവലിക്കാതെ ഇത് നീക്കില്ല എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും ചെയ്യുന്നു. ലൂലയുടേത് തീർത്തും ജൂതവിരുദ്ധ പരാമർശമാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബ്രസീൽ അംബാസിഡറെ വിളിച്ചു വരുത്തിയും ഈ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പരാമർശം ലജ്ജാകരമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു. ഗസയിൽ നടക്കുന്നത് യുദ്ധമല്ല, വംശഹത്യയാണെന്നും ഹിറ്റ്ലർ ജൂതരോട് ചെയ്ത ക്രൂരതകൾക്കും ഹോളോകോസ്റ്റിനും തുല്യമാണിതെന്നും ലൂല പറഞ്ഞിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിൽ എത്തിയതായിരുന്നു ലൂല. അപ്പോഴാണ് ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ചർച്ചകളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പിന് ഒരു കൃത്യമായ ബദൽ മാർഗം നൽകിയിട്ടില്ല. നേരത്തെ തന്നെ റമദാൻ മാസങ്ങളിൽ അല്ലെങ്കിൽ റമദാനിൽ നമ്മൾ ബന്ദികളുടെ തല അഴിയും കൊയ്യും എന്നൊക്കെ ഒരു ഭീഷണി ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ബന്ദികളുടെ കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി തന്നെ പറയുകയാണ്. എന്തായാലും ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ എത്തണമെന്നും ഉടൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രധാനമായും ഇസ്രായേൽ ജനത ആവശ്യപ്പെടുന്നത്. ടെലവീവിലും അൽ ഖുദ്സിലുമാണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രിയും തെരുവിൽ ഇറങ്ങിയിരുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഗസയിൽ തുടരുന്ന ആക്രമണത്തിനിടയിലും ഇത്തരത്തിൽ എല്ലാ ശനിയാഴ്ചയും ഇസ്രായേൽ പ്രതിഷേധക്കാർ തെരുവിൽ ഇറങ്ങാറുണ്ട്. ആയിരക്കണക്കിന് പേർ ടെലവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. നെതന്യാഹു രാജിവെച്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമരക്കാർ ഉന്നയിക്കുകയും ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് നേതൃത്വവുമായും ചർച്ച വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 3000 പേരാണ് ഈ തെരുവിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഉടൻ തെരഞ്ഞെടുപ്പ് വേണം എന്നെഴുതിയ ബാനറുകളും ഏന്തിയാണ് സമരക്കാർ മാർച്ച് നടത്തുന്നത്. ബന്ദികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഐലോൺ റോഡ് ഉപരോധിക്കുകയും തീയിടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് വസതിക്ക് പുറത്ത് പ്രതിഷേധക്കാരുടെ പ്രസംഗങ്ങളോടെ ആയിരുന്നു പ്രകടനം ആരംഭിച്ചത്. ബന്ദികളുടെ കുടുംബങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തും പ്രതിഷേധിച്ചു. ബന്ദിമോചന ചർച്ചകൾ അവഗണിക്കുന്ന നെതന്യാഹുവിന്റെ നടപടിയെ സമരക്കാർ എതിർത്തു. ചർച്ചകൾ നടക്കുന്ന കൊയ്റോയിലേക്ക് ഇസ്രായേലി പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന തീരുമാനവും പ്രതിഷേധത്തിന് കാരണമായി. സർക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നു, അവർ ഞങ്ങളെ കണ്ടുമുട്ടുന്നു, ഞങ്ങൾ അവരുടെ പ്രഥമ പരിഗണനയാണ് എന്നവർ വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ബന്ദികൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത്? ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും കൂട്ടായ്മയിലെ അംഗമാണ് ഇക്കാര്യം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അവർക്കൊക്കെ തന്നെ ആശ്വാസപരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. 10-ാം തീയതിക്കുള്ളിൽ, മാർച്ച് 10-ാം തീയതിക്കുള്ളിൽ ബന്ദികളെ പുറത്തെത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നൊരു പക്ഷേ ഹമാസിന്റെ അവസാന ദിവസമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ ഇവിടെ.